വിസിറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലായിരുന്ന ഒരു സ്ഥലമാണ് ജോർജിയ. പക്ഷെ അവിടെ പോയി വന്ന ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടും എനിക്ക് എൻ്റെ ഫ്രണ്ട് മെറിനെ കാണാനായിട്ട് പെട്ടെന്ന് പോവാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു പ്ലേസ് അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ജോർജിയയ്ക്ക് പോയത്. ദോഹ ടു ജോർജിയ ട്രാവൽ ചെയ്യാൻ ഈസിയാണ്. QID ഉള്ളത് കൊണ്ട് വിസ വേണ്ട, ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. നൈറ്റ് ടൈം ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ദോഹ ടു ദുബായ് ഹാർഡ്ലി 1 hour ഉള്ളൂ. നെക്സ്റ്റ് ഫ്ലൈറ്റ് ദുബായ് ടു ടിബ്ലിസിയാണ്. അതപ്പോൾ അവർ ഡിന്നർ സെർവ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നല്ല രീതിയിൽ കിടന്നുറങ്ങി. അങ്ങനെ അധികം പാസഞ്ചേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടില്ലേ, കുറേ സീറ്റൊക്കെ വേക്കൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഏർലി മോർണിംഗ് ആണ് ടിബ്ലിസിയിൽ ലാൻഡ് ചെയ്തത്. ഞാൻ വന്നപ്പോഴത്തേക്ക് മെറിൻ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് അവിടെ ഇതിന് മുന്നേ പോയിട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഒരു ടാക്സി എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മെട്രോ സ്റ്റേഷന് പോയി. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾക്ക് അവിടെ ട്രെയിനുണ്ട്. മെട്രോ ട്രെയിനാണോ പറയുന്നതെന്ന് അറിയില്ല. ഒരു ഡബിൾ ഡെക്കർ ആയിട്ടുള്ള ട്രെയിനായിരുന്നു. അവിടെ നിന്ന് ഒരു 6 hours ട്രെയിനിന് ഞങ്ങൾ ഫസ്റ്റ് ഡേ ബാത്തൂമിക്കാണ് പോയത്. മെറിൻ ട്രെയിനിൽ കയറിയപ്പോഴേ നല്ല ഉറക്കമായി. എനിക്ക് പിന്നെ അങ്ങനെ പകൽ ഉറങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് ഉണർന്നിരുന്ന ട്രെയിനൊക്കെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ഒരു മഴയുള്ള ക്ലൈമറ്റ് ആയിരുന്നു, അത് കാരണം നല്ല രസമായിരുന്നു. ബാത്തൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ക്യാബിന് ഓർബി സിറ്റി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഹോട്ടൽ അക്കോമഡേഷനിലോട്ട് പോയി. അയ്യോ, അവിടെ നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങാണ്. അതും ഇങ്ങനെ സീ സൈഡിൽ. അത് ഭയങ്കരമായിട്ട് ക്ലൗഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഭയങ്കര നമുക്ക് മൈൻഡിനൊരു റീഫ്രഷിങ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മൂടി നിൽക്കുന്ന ക്ലൈമറ്റ്. നമ്മൾ ദോഹയിലൊക്കെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു മെൻ്റലി തന്നെ അതൊരു ആശ്വാസം കിട്ടുന്ന പോലെ ഒരു സ്ഥലമാണത്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാനും ഒക്കെ ആയിട്ട് ഇപ്പോഴത്തേക്ക് ഈവനിങ് ആയി. താവദൂരി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല. അവിടുന്ന് ഞങ്ങൾ കിങ്കാനിയും പിന്നെ വെയിൽ മീറ്റും കഴിച്ചു. പിന്നെ നൈറ്റ് അവിടെ കുറച്ച് ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇതവിടുത്തെ മക്ഡിയാണ് ഈ കാണുന്നത്. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ആ മക്ഡിയിലാണ് പോയത്. അതിൻ്റെ ഒരു കാണാൻ നല്ല രസമാണ്, അങ്ങനെ അവിടെ പോയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ക്ലൈമറ്റ് ഒരു രക്ഷയില്ലായിരുന്നു, നല്ല തണുപ്പും നല്ല സൂത്തിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിച്ചത് ആക്ച്വലി ഉച്ച കഴിഞ്ഞെന്നാണ് തോന്നുന്നത് എണീറ്റ് വന്നപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള ഏരിയാസൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു ഷോപ്പിംഗ് മോളിൽ പോയി. അവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു, അതായിരുന്നു അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇങ്ങനെ കുറച്ച് റൗണ്ട് സ്റ്റോൺസൊക്കെ ആയിട്ടുള്ളൊരു ബീച്ച്. പക്ഷെ അവിടെ അങ്ങനെ അധികം ആരും ഉണ്ടായിട്ടില്ല. അവിടെ എപ്പോഴും അങ്ങനെയാണോ അതോ മഴയായിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റുന്ന ബീച്ചല്ല. ഭയങ്കര വേവ്സ് ഭയങ്കര ഹൈറ്റിലാണ് വരുന്നത്. ഇതിപ്പോൾ അപ്പുറത്തൊരു കുഴിയുണ്ട്. ഞാനവിടെ നിന്നപ്പോഴത്തേക്കും ഇങ്ങനെ കയറി വന്നു. അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, അങ്ങനെ ഓടി വന്നതാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ പിന്നെ ചാറ ഫോട്ടോസായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇടാനായിട്ട്. പിന്നെ മെറിൻ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. മഴയായിരുന്നെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് സന്ധ്യയാവാൻ തുടങ്ങി. പാർക്കൊക്കെ ഞങ്ങളവിടെ ബീച്ച് സൈഡിൽ കുറേ പാർക്ക് ഏരിയാസൊക്കെ ഉണ്ട്, അവിടെ കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു ടൂറിസ്റ്റിനെ പോലെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവിടെയൊക്കെ ഇങ്ങനെ കാണുക, റിലാക്സ് ചെയ്ത് നടക്കുക, സംസാരിക്കുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ. പിന്നെ ബാത്തൂമിൽ ഈ കാണുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്, അലി ആൻഡ് നീന. അപ്പോൾ അത് കാണാൻ പോയതാണ്. ബാക്കി കാണുന്ന ജയൻറ്റ് വീലും ഈ ബാക്കി സംഭവങ്ങളൊക്കെ അതിൻ്റെ അടുത്തുള്ളതാണ്. ഇത് നമ്മളുടെ ഇപ്പോൾ ദോഹയിലെ കോർണിഷ് നാട്ടിലിങ്ങനെ മറൈൻ ഡ്രൈവൊക്കെ പോലെ അവിടെ ഒരു സൈഡിലാണ്. അവിടുന്ന് പിന്നെ കുറച്ചൊരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സും പിന്നെ നിറയെ ക്യാസിനോസും അങ്ങനെ പാർട്ടി ലൈഫുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. ഈ സ്ഥലത്തിൻ്റെ ഒന്നും പേരൊന്നും പറയാൻ എനിക്കറിയത്തില്ല. മെറിൻ അങ്ങോട്ട് പോയി, അതിൻ്റെ പുറകെ ഞാൻ എവിടെയെന്നൊക്കെ പോയി, അത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എല്ലായിടത്തും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയായിരുന്നു. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കഴിച്ചോന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നല്ല രീതിയിൽ കഴിക്കണമെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ അവിടെ ഒക്കെയാണ് പോയത്. അത് നല്ല രസമായിരുന്നു. ഒരു ബീച്ചായിട്ടുള്ള ഒരു ഷാക്ക് പോലെ ഒരു സ്ഥലം. അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് ടൈം പാസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ഐ ഷാഡോ മേടിച്ചു. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നതേ കാണുന്നത്. എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതപ്പോൾ യൂസ് ചെയ്യാതെ നമുക്ക് ഗേൾസിന് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫുഡ് വരുന്ന ടൈം വരെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഉണക്കമീൻ പോലെ അങ്ങനെ എന്തോ ഇരിക്കുന്നത്. പക്ഷെ ഉണക്കമീനൊന്നുമല്ല, കാണാൻ തന്നെ വലിയ ഭംഗിയില്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷേ ഞാനും ഒരെണ്ണം എന്ത് കിട്ടിയാലും കഴിക്കുന്നവരായതുകൊണ്ട് ഗുഡായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ മോർണിംഗ് ബാത്തൂമിൽ നിന്ന് തിരിച്ച് ടിബ്ലിസിയിലോട്ട് മെട്രോ ബസ്സിനാണ് പോകുന്നത്. നല്ല ബസ്സാണ് കേട്ടോ, സീറ്റൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ടീയും കോഫി പിന്നെ എന്തോ സ്നാക്സും ഒക്കെ തരും. പിന്നെ എനിക്ക് എപ്പോഴും വിശപ്പിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ മറ്റേ ഫ്ലാസ്കിൽ ചൂടുവെള്ളവും പിന്നെ മറ്റേ മാഗിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അല്ല, എൻ്റെ ഒന്നും ആവശ്യമൊന്നും വന്നില്ല. ഇൻ ബിറ്റ്വീൻ അവരടുത്ത് നിർത്തുകയും വാഷ്റൂമിൽ പോകാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടിബ്ലിസിയിലെത്തി. അങ്ങനെ എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ കുറച്ച് പേരാണ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളത്. അവിടുന്ന് പിന്നെ ഒരു ക്യാബ് എടുത്ത് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് പോവുകയാണ്. പക്ഷേ എയർബിഎൻബിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതാണ് കണ്ടത്. പിന്നെ നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു കേട്ടോ. ഒരു 1 BHK അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇത്രയും സ്പേസ് ഞങ്ങൾ 2 പേർക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാലും ഞങ്ങളുടെ ഫുൾ സാധനവും അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. കിച്ചൺ ആക്ച്വലി നല്ലതായിരുന്നു. കിച്ചണിൽ അവർ കുറേ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ചായയൊക്കെ വെച്ച് കുടിക്കാനും അങ്ങനെ എല്ലാത്തിനൊക്കെ നല്ല സൗകര്യമായിരുന്നു. ഫുഡ് പിന്നെ പുറത്തുനിന്നായിരുന്നു. നല്ലൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നല്ല വ്യൂ ആണ്. അവിടെ ഒരു ലേക്കുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് പസനൂരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടിബ്ലിസിയിൽ തന്നെയുള്ളൊരു സ്ഥലത്താണ് പോയത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വീണ്ടും കിങ്കാനി തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇത് സംവാട്ട് സിമിലർ ടു മോമോസ്. പക്ഷേ അതിലൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തല തിരിച്ചു പിടിച്ച് കഴിക്കണം. അതിൻ്റെ അകത്ത് ഫുള്ളൊരു ബ്രോത്താണ്. അപ്പോൾ സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ അത് ഫുള്ള് പുറത്തോട്ട് പോരും. ഇത് കഴിക്കാൻ എനിക്കറിയില്ലായിരുന്നു. മെറിന് അറിയാവുന്ന, അപ്പോൾ അവൾ എന്നത് പഠിപ്പിച്ച് തരികയാണ്. അങ്ങനെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതാ ബ്രോത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കുടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വേറെ എന്തോ കുറേ ഡിഷസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ ഫുള്ള് കഴിച്ച് തീർത്തിട്ടാണ് പോയത്. എന്തോ ഒരു ചിക്കൻ്റെയൊക്കെ ഐറ്റമൊക്കെയാണ്. എന്താണ് പേരെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഫോട്ടോ ഇപ്പോൾ നെക്സ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മദർ ഓഫ് ജോർജിയ പിന്നെ അവിടുത്തെ മെയിൻ ഏരിയാസൊക്കെ ഒരു വാക്കിംഗ് ടൂറിന് പോയതാണ്. കേബിൾ കാർ, പിന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, അമ്യൂസ്മെൻറ്റ് പാർക്ക്. അവിടെ ജയൻറ്റ് വീലിൽ കയറിയേക്കുന്നതാണിത്. നൈറ്റ് ആയതുകൊണ്ട് ഇതായിരുന്നു വ്യൂ. എനിക്ക് പേടിയായിരുന്നു, പക്ഷെ എന്നാലും കയറണമല്ലോ. ടിബ്ലിസി സിറ്റി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഒരു ടീമിൻ്റെ കൂടെ ഒരു ട്രിപ്പ് എടുത്തത് കാസ്ബിഗി ഗുദൗരി എന്നൊക്കെ പറഞ്ഞൊരു ഏരിയയിലോട്ട്. അപ്പോൾ അവരുടെ ഒരു ട്രാവലർ ബസ്സിൽ കുറച്ച് ഇതേപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഒരു നല്ല ടീമായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ആദ്യം ഇതൊരു ഡാമിലാണ് പോയത്. ഡാമിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതൊരു കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾക്ക് കുറേ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അവർ ടൈം തന്നു. ആ ടൈമിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ അവരവരുടെ ആൾക്കാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. പിന്നെ അവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ പോയി പിന്നെ അതിൻ്റെ നിയർ ബൈ ഏരിയാസിലൊക്കെ കറങ്ങി നടന്ന് ഫോട്ടോ എടുക്കണമായിരുന്നു. ഞങ്ങളുടെ ടൂർ ഗൈഡ് നിക്ക ചമ്മക് ചലോയ്ക്ക് ഡാൻസ് കളിക്കുന്നതായി കാണുന്നത്. ഞങ്ങൾ കുറച്ച് ഇന്ത്യൻസ് ഉള്ളതുകൊണ്ട് പുള്ളി ബോളിവുഡ് സോങ്സ് ഒക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു ഞങ്ങൾ വെറുതെ സന്തോഷിപ്പിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനായിട്ട് ഇതൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ അങ്ങനെ ഈ ലേജൻഡിൻ്റെ അവരങ്ങനെ ബുക്ക് ചെയ്തൊരു സ്ഥലമാണ്. അവിടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, ഒരു വില്ലേജ് കൈൻഡ് ഓഫ് വൈബ്. അവിടെ ഞങ്ങൾ മെയിനായിട്ട് അന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചാച്ച എന്ന് പറഞ്ഞൊരു സാധനം അടിക്കാനായിട്ടായിരുന്നു. ചാച്ച എന്ന് പറഞ്ഞൊരു വിസ്കിയാണത്. അപ്പോൾ ജോർജിയ പോയിട്ട് ഈ വൈനും ചാച്ചയൊക്കെ മെയിനായിട്ട് നോക്കി വെച്ചിരുന്നത്.
അപ്പോൾ വീണ്ടും ഞങ്ങൾ കിങ്കാനി തന്നെയാണ് കഴിച്ചത്, കാരണം അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ഒപ്പം വേറെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പേര് മെനുവിൽ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അവിടെ ലാംഗ്വേജ് പറയാം. അപ്പോൾ ഒരു ഊഹത്തിന് ഗൂഗിളൊക്കെ നോക്കിയിട്ട് അങ്ങ് ഓർഡർ ചെയ്തതാണ്. ചാച്ചി അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ആ കാണുന്നത്. നല്ലതായിരുന്നു കേട്ടോ, ഫുഡും കാര്യങ്ങളും എല്ലാം. അവിടുത്തെ ആംബിയൻസ് നല്ലതായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ട്രാവലേഴ്സൊക്കെ നല്ലതാണ്. അവരെ കൊണ്ട് ഞങ്ങളുടെ ഫോട്ടോ എടുപ്പിക്കും, പിന്നെ ഞങ്ങൾ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കും, വീഡിയോ എടുത്ത് കൊടുക്കും. ഇത് തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടി. റിട്ടേൺ അവിടുന്ന് പോകുന്നപ്പോഴത്തേക്കും ഇനി മൗണ്ടെയിൻ ഏരിയാസിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഞങ്ങളുടെ ടൂർ ഗൈഡ് നിൽക്കാനോട് എൻ്റെ സീറ്റിൽ പോയി ഇരിക്കാൻ വന്നിട്ട് ഞാൻ ആളുടെ സീറ്റിൽ കയറിയിരുന്നു. അവിടെ ഇരുന്ന നല്ല വ്യൂ കിട്ടും. അപ്പോഴാണ് എല്ലാവർക്കും ആ ഒരു ഐഡിയ മനസ്സിലായത്. പിന്നെ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ചോദിക്കുമായിരുന്നു, കാരണം ഞാൻ ആ സീറ്റ് കൈയടക്കി വെച്ചിരുന്ന് അവിടെ എനിക്കാണ് ഏറ്റവും നല്ല വീഡിയോസൊക്കെ കിട്ടിയിരുന്നതെന്ന് പറഞ്ഞു. അവിടുന്ന് മേലോട്ട് ഇങ്ങനെ നമ്മൾ മൗണ്ടെയിൻ കയറി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്നോ ഒക്കെ കാണാൻ തുടങ്ങും. പിന്നെ നല്ലൊരു തണുപ്പിങ്ങനെ കൂടിയിട്ട് വരും. നല്ല വ്യൂ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ജോർജിയ റഷ്യ ഫ്രണ്ട്ഷിപ്പ് ബോർഡർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് റഷ്യയാണ്. പിന്നെ അവിടെ ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ എന്താണ് ഒരു ആർട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ മീനിങ് എന്നൊന്നും അറിയില്ല. പക്ഷെ അവിടെ സ്നോ ഉണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ സ്നോ കണ്ടതാണ്. പിന്നെ അവിടെ കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്തു, കാരണം അവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ധൈര്യമുള്ള ആൾക്കാരൊക്കെ അതിന് പോയ ടൈമിൽ ഞങ്ങൾ അവിടെ കുറച്ച് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ നോക്കുന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കൂടെ വന്ന ഞങ്ങളുടെ ഡ്രൈവറെയും ഗൈഡിനെയും ഒക്കെ കൊണ്ട് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെയിലുണ്ടെങ്കിലും ഇങ്ങനെ നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ട് നല്ല രസമാണ്. പിന്നെ അന്നേരമാണ് എൻ്റെ ബെസ്റ്റി മെറിനൊരു കോഫി കുടിക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡാൻസ് കളിച്ചാൽ ഫ്രീ ആയിട്ട് കോഫി തരാമെന്നുള്ളത്. അങ്ങനെ മെറിനൊരു ഫ്രീ കോഫി കൊടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. അവിടെ ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയി. അപ്പോൾ ഇത് കുറച്ച് ദൂരം ചെന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ബസ്സിലാണ്. അത് വിട്ടിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു കാറിൽ കയറണം, കാരണം ബസ് അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞു. ഇതൊരു ചർച്ചാണ്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ നല്ല വ്യൂ ആണ്, കുറച്ചുകൂടെ ഹൈറ്റിലാണ്. അപ്പോൾ ചർച്ചാണ് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. പിന്നെ ഈ അവിടെ സ്നോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അധികം സ്നോ ഇല്ല, എന്നാലും ഒരു ഒക്ടോബറൊക്കെ കഴിയുമ്പോഴത്തേക്കും നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ അങ്ങോട്ട് ഇവിടെ ഫുൾ സ്നോ കവർ ചെയ്യും. സ്നോ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സ്നോ കാണുന്നത്, അതിൻ്റെ എൻ്റെ ആവേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഇതാണ് എൻ്റെ കൂടെ വന്ന ട്രാവലേഴ്സ് എല്ലാവരും. പിന്നെ അവിടുത്തെ ഈ ഒരു ക്യൂട്ട് ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ട്രാവലിൻ്റെ ആൾക്കാർ തന്നെ നമുക്ക് തിരിച്ചു പോരുമ്പോഴുള്ള സപ്പർ അതിനൊരു റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിരുന്നു. അവിടുന്ന് എന്തോ ബർഗർ കാര്യങ്ങളും എന്തൊക്കെയാണ് കഴിച്ചത്. പിന്നെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ മെറിനെ കൊണ്ട് ഇങ്ങനെ ഞാൻ നടന്നു പോകുന്ന ഈ ഒരു വീഡിയോ എടുപ്പിക്കലായിരുന്നു എൻ്റെ മെയിൻ. അവൾ എങ്ങനെയാണെന്നറിയില്ല എന്നെ സഹിച്ച് വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രാഗിൽ നിന്ന് വന്നൊരു ചെക്കൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നിക്ക അങ്ങനെ ഒരു സർപ്രൈസായിട്ട് ഒരു ചെറിയൊരു കേക്കും ഒക്കെ അറേഞ്ച് ചെയ്ത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ റൂമിൽ പതിയെയാണ് എണീറ്റത്. അപ്പോൾ മെറിൻ എണീക്കുന്നതിന് മുന്നേ ഞാൻ എണീറ്റ് അവിടെ ബാൽക്കണിയിൽ പോയിരുന്നു. പിന്നെ ഫസ്റ്റ് ഒരു കോഫി കുടിക്കാനായിട്ട് വീണ്ടും ടിബ്ലിസി സൈഡിലോട്ടാണ് പോയത്. അപ്പോൾ അവരിങ്ങനെ നമ്മളുടെ കോഫി മഗ്ഗിൽ ഫ്രീ ആയിട്ട് നമ്മളുടെ കാരിക്കേച്ചർ എന്നാണോ എന്തോ വരച്ച് തരും, അതാണ് കാണുന്നത്. പിന്നെ അവിടെ ഉള്ള നിയർ ബൈ ഏരിയാസിലൊക്കെ കറങ്ങി. പിന്നെ ഇത് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസാണ് കാണുന്നത്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ബസ്, ട്രെയിന്, മെട്രോ, ഷിപ്പിൽ കയറിയില്ല, ബാക്കി എല്ലാത്തിലും കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ വേറെ കുറച്ച് ഏരിയയിൽ പോയി. അവിടെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ ആക്ച്വലി ഞാൻ മറന്നുപോയി. ചിമ്മിണി കോൺ അത് കഴിച്ച് ഫോട്ടോ കണ്ടപ്പോൾ ഓർത്തെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇതിപ്പോൾ കുറേ പാട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹണി സിംഗിൻ്റെ നോറ ഫത്തേഹിയുടെ ഒരു പാട്ടിൽ അത് ഫുള്ള് ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ സ്ഥലത്താണ്. ഭയങ്കര ബിഗ്
പില്ലേഴ്സ്, ഭയങ്കര ടോൾ ആയിട്ടുള്ള ഇങ്ങനെ പില്ലേഴ്സ്, അതിലിങ്ങനെ ജീസസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ക്രേവ് ചെയ്തിരിക്കുന്നത്. അതാ ഇത് എൻ്റെ ഭയങ്കര ക്രിയേറ്റിവിറ്റിയിലുള്ള വീഡിയോഗ്രാഫിയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ആ സെയിം സാധനം മിറിനെ പഠിപ്പിച്ചിട്ട് അത് എൻ്റെ അങ്ങനെ കറങ്ങുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞ് എടുപ്പിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ആക്ച്വലി ട്രൈപോഡ് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ കുറേ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിൽ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് ഒരു ടിബ്ലിസി തന്നെയുള്ളൊരു ചർച്ചിലാണ് വന്നത്. അവിടുന്ന് റിട്ടേൺ പോയിട്ട് ഞാൻ എൻ്റെ കസിനും ഫാമിലിയും ടിബ്ലിസി വന്നിട്ടുണ്ടായിരുന്നു. അവരെ മീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഈ സാധനമൊക്കെ വാങ്ങി ഷോപ്പിംഗ് ചെയ്തു കുറച്ച് വീട്ടിലേക്കുള്ള. പിന്നെ ഞങ്ങൾ പോയത് സൾഫർ ബാത്തിനാണ്. സൾഫർ ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഒരു ടൈപ്പ് ഓഫ് സ്പാ. ലൈക്ക് അവിടെ നമ്മളിങ്ങനെ ഒരു റൂമോ അല്ലെങ്കിൽ വില്ലയോ ഇങ്ങനെ ബുക്ക് ചെയ്യണം. ഞങ്ങൾ ആ ഈ ഒരു വില്ല ബുക്ക് ചെയ്തത്. അവിടെ ഇങ്ങനെ നാച്ചുറലായിട്ട് വരുന്ന ഒരു സൾഫർ വാട്ടർ ഉണ്ട്. അതിങ്ങനെ ഭയങ്കര സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ഹോട്ട് വാട്ടറിൽ ടബ് പോലെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ ഇത്ര അവർ നമുക്ക് ബുക്ക് ചെയ്യാം. നല്ലതാണ്, നല്ല റിലാക്സിങ് ആയിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. അതായത് ഞങ്ങളുടെ അന്നത്തെ ഒരു ലാസ്റ്റ് ഞങ്ങൾ പോയ സ്ഥലം. അവിടെ പോയി ആ വെള്ളത്തിൽ കിടന്ന് നല്ലോണം റിലാക്സ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. അതായിരുന്നു എൻ്റെ ജോർജിയ ട്രിപ്പ്. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും വിഷ്ണു എന്നെ കാണാനായിട്ട് വന്നതാണ്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ആഡ് ചെയ്യാൻ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജോർജിയ പോണതിനെ പറ്റി സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു വെക്കേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജോർജിയ പോവാം. അതല്ല ജോർജിയക്ക് പാർട്ടി കൈൻഡ് ഓഫ് വൈബുള്ളൊരു സൈഡ് ഉണ്ടാകും. പക്ഷേ എന്തായാലും എൻ്റെ ഈ ട്രിപ്പിൽ ഞാൻ ആ ഏരിയാസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും ഒരു റിയാലിറ്റിയിൽ നിന്ന് ഡിസ്കണക്റ്റഡും പിന്നെ ഒരു ഫുള്ള് മൈൻഡ് റീഫ്രഷ് ചെയ്യുന്ന രീതിയിലും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. അപ്പോൾ എനിക്ക് ആക്ച്വലി വളരെ പീസ്ഫുള്ളായിരുന്നു. അങ്ങനെ ഐ റിയലി എൻജോയ്ഡ് ദ ട്രിപ്പ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.